അടൂർ എത്തിയിട്ടുണ്ട്. അടൂർ ഒരു കടയുണ്ട്, നമ്മൾ ഈ സാധനങ്ങളൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ഒരു കടയുണ്ട്. അപ്പം അവിടേക്കാണ് നമ്മൾ പോയത്. അവിടെ ചെന്നപ്പം നമ്മൾ ബുക്ക് ചെയ്യാതാണ് പോയത്. അപ്പം നേരത്തെ ബുക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എക്സ്ട്രാ അവിടെ കുറച്ച് പാർട്ടും കൂടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തായാലും കിട്ടി. ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല പോയത്, എന്തായാലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ വളയും പിന്നെ നെക്ലേസും കുറച്ച് വലിയ മാലയും പിന്നെന്താ നമ്മുടെ മൂക്കുത്തി പിന്നെ സൈഡിലൊക്കെ കെട്ടുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കിയെടുക്കുകയാണ്. ഞാനൊരു റെഡ് സാരിയാണ് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അവരെനിക്ക് എടുത്തു തന്നത്. എനിക്ക് ഈ മാലയൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ എടുക്കുമായിരുന്നു. അതിന് ശേഷം നമ്മൾ തലയിൽ തിരുപ്പൻ വെക്കാൻ കുറച്ച് എടുക്കുവാണ്. എനിക്ക് ഓൾറെഡി കുറച്ച് നീളമുള്ള മുടി ആയതുകൊണ്ട് അവർ വേണ്ടാന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ച് ഒരു ലുക്ക് ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ ഒരുക്കമല്ലേ, അപ്പോൾ പിന്നെ എടുക്കാമെന്ന് വെച്ചു. ഇതിലേക്ക് നമ്മുടെ അച്ചാച്ചൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചൻ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ സെലക്ട് ചെയ്യാനൊക്കെ വന്നിരിക്കുമായിരുന്നു. പിന്നെ നമ്മളൊരു ഫ്ലാഗും കൂടെ വാങ്ങിക്കാനായിട്ട് അടൂർ ഒരു കടയിൽ കയറി. പിന്നെ കുറച്ച് മോതിരമൊക്കെ വാങ്ങിക്കണമായിരുന്നു. അത് നമ്മൾ റെൻറ്റിനെടുത്തില്ല, അല്ലാതെ അങ്ങ് വാങ്ങിക്കാമെന്ന് വെച്ചു. പിന്നെ അതിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. പിന്നെ സ്ലൈഡ് പിന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മുടെ ആശാ ഫാൻസി കടയിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ കുറേ നമ്മൾ 5 വിരലിലും ഇടാൻ കുറേ മോതിരമൊക്കെ എടുത്തു. പക്ഷേ അത്രയൊന്നും വേണ്ടായിരുന്നു. പിന്നെ ഞാൻ 2-3 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് 2 കയ്യിലും ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ മമ്മി എനിക്ക് ഓരോ കയ്യിലും ഇട്ട് തരുവാണ്. അതിന് ശേഷം ഞങ്ങൾ റിഫ്രഷിന് വേണ്ടിയിട്ട് ഒരു ബേക്കറി കയറി ചായയും എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ സമയം പോയി. ഇനി എനിക്ക് കുറച്ചുകൂടെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഓർഡറിലൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ SMലൊക്കെ കയറി മമ്മിക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അത്രയല്ല ഇന്നത്തെ വിശേഷം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.